രമേശ്, ഒരുപാട് ARPs ഉണ്ട് മാർക്കറ്റിൽ. ടാലി പോലത്തെ വൈഡ്ലി യൂസ്ഡ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇൻവാക്സ് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ സോഫ്റ്റ്വെയറിനെ കാട്ടിയും ഒരു ഡിഫറൻസ് കൊണ്ടുവരുന്നത്? വാട്ട് ഈസ് ദ ഡിഫറൻസ്? ആക്ച്വലി ഇപ്പോൾ വേൾഡിൽ ഈ പറഞ്ഞ പോലെ ടാലി, സോഹോ അല്ലെങ്കിൽ SAP എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ വലിയ ERPs ഉണ്ട്. ഇവരിൽ നിന്ന് എന്താണ് ഇൻവാക്സ് വ്യത്യസ്തം പറഞ്ഞാൽ ഫീച്ചർ വൈസോ അല്ലെങ്കിൽ ഓരോരോ കണ്ടീഷൻസോ വെച്ചിട്ടോ അല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പീഡിയാട്രീഷ്യൻ ഉണ്ട്, കാർഡിയോളജിസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ യൂറോളജിസ്റ്റ് ഉണ്ട്. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. എല്ലാത്തിനും കൂടെ ഒറ്റ ഡോക്ടർ പോരെ അങ്ങനെയാണെങ്കിൽ? അതല്ലല്ലോ. അപ്പോൾ ബിസിനസ്സും അതുപോലെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഏരിയ, കഴിഞ്ഞ 25 വർഷമായിട്ട് ഉള്ള ഞങ്ങളുടെ എക്സ്പീരിയൻസ്, ഞങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ 12ഓളം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ടൈൽസ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ടൈൽസ് ഡീലേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ അവർക്ക് വേണ്ടി മാത്രമേ നമ്മൾ ഡിസൈൻ ചെയ്തൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതേപോലെ സാനിറ്ററി ആയാലും അയൺ ആൻഡ് സ്റ്റീൽ ആയാലും ഇലക്ട്രോണിക്സ് ആയാലും ടെക്സ്റ്റൈൽസ് ആയാലും. അപ്പോൾ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വലിയൊരു റിസർച്ച് ടീമൊന്നുമില്ല. നമ്മുടെ റിസർച്ച് ടീം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ക്ലയൻസ് തന്നെയാണ്. ഈ വർഷങ്ങളായിട്ട് ഇവർക്ക് ചെയ്ത് അവരുടെ ഫീഡ്ബാക്കിൽ നിന്നും നമുക്ക് കിട്ടിയ ഇൻപുട്സുകളാണ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് ഇതിനെ എംപവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഇതൊരു പുതിയ ക്ലയൻ്റ് അടുത്തേക്ക് ചെല്ലുമ്പോൾ 10-30 വർഷം ബിസിനസ് ചെയ്ത ഒരു കച്ചവടക്കാരൻ്റെ എല്ലാ ഇൻപുട്സും ഞങ്ങളുടെ സോഫ്റ്റ്വെയറിനകത്തുണ്ട്. ഇനി അതല്ല, ഈ പറയുന്ന ആളിന് പുതുതായിട്ട് എന്തെങ്കിലും ഐഡിയ വന്നാലും നമ്മൾ അതിനകത്തേക്ക് അഡോപ്റ്റ് ചെയ്യണം. ഇതൊരു കോമൺ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ ഒരു പക്ഷേ ടൈൽസ് ചെയ്യുന്ന ഒരാളിൻ്റെ പെയിൻ ആയിരിക്കില്ല ഡിസ്ട്രിബ്യൂഷൻ ആൾ അനുഭവിക്കുന്നത്. അപ്പോൾ നമുക്കിത് അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. ഇത് എക്സ്ക്ലൂസീവ്ലി അവർക്ക് വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുന്നതുകൊണ്ട് അത് അഡോപ്റ്റ് ചെയ്യാൻ ഈസിയാണ്. ഇനി ഉപയോഗിക്കുന്ന ആളിന് ഇത് സോ സിമ്പിളാണ്. കാരണം അവരെങ്ങനെ ചിന്തിക്കുന്നുവോ ആ രീതിയിൽ തന്നെ ആ സോഫ്റ്റ്വെയർ ഓപ്പറേറ്റ് ചെയ്താൽ മാത്രമാണ് ഒരു ERP സക്സസ് ആകുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, സർട്ടൈൻ ബൗണ്ടറീസ് അതിനകത്തുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കുറേ ഇത് വേണമെങ്കിൽ പോലും ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്ന രീതിയിലേക്ക് ഒരു സോഫ്റ്റ്വെയർ ഇറങ്ങി ചെല്ലുകയും, അതായത് സിമ്പിളായിരിക്കണം ബട്ട് എന്നാൽ പവർഫുൾ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ സിമ്പിൾ ആവണമെങ്കിൽ സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യുക, അവർ സംസാരിക്കുന്ന ഭാഷയിൽ അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന രീതിയിൽ ആ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അവിടെയാണ് ഇൻവാക്സ് കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ബാക്കിയുള്ളവരൊന്നും വ്യത്യസ്തമാവുന്നത്.